100% ഒരു പ്രമേഹ രോഗം മാറ്റിയെടുക്കാൻ പറ്റും. ഓരോ മനുഷ്യനും താങ്ങാൻ കഴിയുന്ന പത്തേ ഉള്ളൂ. അത് കൃത്യമായിട്ട് പാലിക്കണം. 3 തൊട്ട് 8 മാസത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ രോഗത്തിൽ നിന്ന് പുറത്തു ചാടാം. ഞങ്ങൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക, ഷുഗർ കണ്ടന്റ് കൂടുതലുള്ള ഫ്രൂട്ട്സുകൾ ഒഴിവാക്കുക. അത് ലൈഫ് ലോങ് ഒഴിവാക്കണ്ട. നിങ്ങളുടെ ഈ അവയവത്തിന്റെ കേട് മാറ്റി പഴയ അവസ്ഥയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. കണ്ണിന്റെ കാഴ്ച കുറയും, ജോയിന്റ് പെയിൻ ഉണ്ടാവും, കാലിന് മരവിപ്പുണ്ടാവും, പുകച്ചിലുണ്ടാവും. ചെരുപ്പൊക്കെ കാലിന് ഊരിക്കഴിഞ്ഞതിന് അറിയില്ലവര് ആ അവസ്ഥയിലേക്ക് എത്തും. മുറിവ് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഉണങ്ങില്ല, അത് പഴുത്ത് പോകും. ആ ബാക്ടീരിയ ബ്ലഡിൽ സ്പ്രെഡ് ആകും. അത് ഒരിക്കലും ആ മുറിവ് കരിയില്ല. അത് കാല് മുറിച്ച് മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക്. എന്റെ കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയാത്ത ഒരു മരുന്നും ഞാൻ ഒരു പബ്ലിക്കിനും കൊടുക്കില്ല. എനിക്ക് ലൈസൻസ് ഉള്ള മരുന്നുകൾ, ഗവൺമെന്റ് അംഗീകരിച്ച മരുന്നുകൾ ഇതൊക്കെയാണ്. അപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ പോരെ. ഇതിന് എല്ലാ പേപ്പറും എഴുതാം. നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. ഏത് ടെസ്റ്റ് റിപ്പോർട്ടാണ് ഇനി ബാക്കിയുള്ളത് നോക്കിക്കോ, അതെടുത്തോളൂ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആയുഷ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പ്രമേഹ രോഗത്തിന് 100% ഫലം ചെയ്യുന്ന, പ്രമേഹ രോഗം 100% മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു മെഡിസിൻ. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മൈസൂരിനടുത്തുള്ള കടക്കോള ഇൻഡസ്ട്രിയൽ ഏരിയയിലുള്ള ജോ ആൻഡ് ജോ ഹെർബൽസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ്. ഇവരുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റിലാണ് ഞാനുള്ളത്. ഇവരുടെ മെഡിസിനെ കുറിച്ച് വൈദ്യർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ജോസഫ് തോമസ് എന്നാണ് സാറിന്റെ പേര്. സാർ, നമുക്ക് പ്രമേഹ രോഗം 100% മാറ്റിയെടുക്കാൻ കഴിയോ? 100% ഒരു പ്രമേഹ രോഗം മാറ്റിയെടുക്കാൻ പറ്റും. അതിനൊരു രോഗി പാലിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കൃത്യമായിട്ട് അതിനുള്ള മരുന്ന് തരും. ഞങ്ങൾ ഈ പറഞ്ഞ പഥ്യങ്ങളുണ്ട് ഇതിന്. ആ പഥ്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ 100% ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടും, മാറ്റിയെടുക്കാൻ പറ്റും. മറ്റു രോഗങ്ങൾ ചികിത്സിക്കുമ്പോൾ പൂർണ്ണമായിട്ട് ഭേദപ്പെടുന്നില്ലേ? ഭേദപ്പെടുത്താൻ കഴിയുന്നതാണെങ്കിൽ ഭേദപ്പെടുത്താം. അത് നമുക്കിത് ഭേദപ്പെടുത്താൻ കഴിയും. കാരണം ഇതിൻ്റെ നമുക്ക് ഇൻസുലിൻ്റെ ആവശ്യമുണ്ട് മനുഷ്യൻ്റെ ശരീരത്തിന്. അപ്പം നമ്മളുടെ പാൻക്രിയാസ് ഗ്രന്ഥി അത് ഉൽപ്പാദിപ്പിച്ച് തരണം. അതിൻ്റെ പ്രവർത്തനം അവിടെ എവിടെയോ ബ്ലോക്ക് ആകുന്നതാണ്. അത് എന്തോ കാരണം ഉണ്ടാവാം. അത് നമ്മൾ ആ ഭാഗത്തേക്ക് ഡീപ്പായിട്ട് ചിന്തിക്കേണ്ട. എന്തായാലും നമ്മുടെ പാൻക്രിയാസിന് കേട് പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന മരുന്ന്, ഞങ്ങളുടെ മരുന്ന് പാൻക്രിയാസിൻ്റെ സെല്ലുകളെ ആക്ടിവേറ്റ് ചെയ്യുകയാണ്. അതിന് കൃത്യമായിട്ട് പഥ്യം പാലിക്കണം. പഥ്യം പാലിച്ചെങ്കിൽ മാത്രമേ ഈ മരുന്ന് പ്രവർത്തിക്കത്തുള്ളൂ. അത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത പഥ്യം ഞങ്ങൾ പറയില്ല. ഓരോ മനുഷ്യനും താങ്ങാൻ കഴിയുന്ന പഥ്യമേ ഉള്ളൂ. അത് കൃത്യമായിട്ട് പാലിക്കണം. പാലിച്ചു കഴിഞ്ഞാൽ 3 തൊട്ട് 8 മാസത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ രോഗത്തിൽ നിന്ന് പുറത്തു ചാടും. 100%. പഥ്യം നിങ്ങൾ തെറ്റിച്ചാൽ ഞങ്ങൾക്ക് 100 പോയിട്ട് 1% ഉത്തരവാദിത്തം എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ പറയുന്നത് പഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കറണ്ട് കമ്പിയെ പിടിക്കരുതെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തിനാണ് കറണ്ട് കമ്പിയെ പിടിക്കേണ്ട ആവശ്യം? ഞങ്ങൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക, ഷുഗർ കണ്ടന്റ് കൂടുതലുള്ള ഫ്രൂട്ട്സുകൾ ഒഴിവാക്കുക. അത് ലൈഫ് ലോങ് ഒഴിവാക്കണ്ട. നിങ്ങളുടെ ഈ അവയവത്തിന്റെ കേട് മാറ്റി പഴയ അവസ്ഥയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെയും നിങ്ങൾ കറണ്ട് കമ്പിയെ പോയി പിടിക്കാം. അത് നിങ്ങൾക്ക് അത് തന്നെ മനസ്സിലാവും. അതുകൊണ്ട് വരുന്ന ഒരു സുഖം എന്താണ്, രോഗമില്ലാത്തൊരവസ്ഥ. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ മറ്റേ ഒരു രോഗത്തിന്റെ അവസ്ഥയല്ല ഡയബറ്റിക്. ഡയബറ്റിക് വന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. അത് അവരുടെ കണ്ണിന്റെ കാഴ്ച കുറയും, ജോയിന്റ് പെയിൻ ഉണ്ടാവും, കാലിന് മരവിപ്പുണ്ടാവും, പുകച്ചിലുണ്ടാവും. ചെരുപ്പൊക്കെ കാലിന് ഊരിക്കഴിഞ്ഞതിന് അറിയില്ലവര് ആ അവസ്ഥയിലേക്ക് എത്തും. മുറിവ് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഉണങ്ങില്ല, അത് പഴുത്ത് പോകും. ആ ബാക്ടീരിയ ബ്ലഡിൽ സ്പ്രെഡ് ആകും. അത് ഒരിക്കലും ആ മുറിവ് കരിയില്ല. അത് കാല് മുറിച്ച് മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക്. അതല്ലെങ്കിൽ നിങ്ങളുടെ കിഡ്നിക്ക് കംപ്ലൈന്റ് ഉണ്ടാക്കി തരും. അതല്ലെങ്കിൽ ലിവറിന് പ്രശ്നം വരും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അറ്റാക്ക് വന്നിരിക്കും. ഇത് ഞാൻ ഒരാളോട് പറയുന്ന കാര്യമല്ല, ഡയബറ്റിക് രോഗത്തിന്റെ കാര്യമാണ്. പിന്നെ അതിനേക്കാൾ ഉപരി ഇതൊന്നും വന്നില്ലെങ്കിൽ വരുന്ന എന്താണെന്നറിയോ? കാഴ്ച കുറയും. 30 വയസ്സേ ഉള്ളോ 25 വയസ്സേ ഉള്ളോ ഡയബറ്റിക് പേഷ്യന്റ് 3-4 വർഷം കൊണ്ട് അവന്റെ സെക്ഷൽ പവർ കംപ്ലീറ്റ് പോയിരിക്കും. സന്തോഷമായ ഒരു കുടുംബജീവിതം അവനുണ്ടാവില്ല. അപ്പോൾ അത് എന്താണ് ഇതിനൊക്കെ കാരണം? ഈ ഡയബറ്റിക് ആണ്. ഈ ഡയബറ്റിക്കിന് എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ പാൻക്രിയാസിന് ചെറിയൊരു രോഗം പറ്റിയിട്ടുണ്ട്. അതിനെ ചികിത്സിച്ച് ഭേദമാക്കുന്നു. അതിന് ഞങ്ങളുടെ മരുന്ന് അതിന് സക്സസ് ആണ്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അത് ആ മരുന്ന് പ്രവർത്തിക്കണമെങ്കിൽ പഥ്യമുണ്ട്. അപ്പോൾ വെറും 8 മാസം കൊണ്ട് നമുക്ക് 100% മാറ്റിയെടുക്കാം. അതും 8 മാസം വേണ്ട, 3 തൊട്ട് 8 മാസമാണ് പറയണത്. നിങ്ങളിപ്പോൾ 75-80 വയസ്സുള്ള ആൾക്കാർക്ക് ഇപ്പൊ എനിക്ക് 3 മാസം കൊണ്ട് മാറ്റാൻ പറഞ്ഞാൽ എന്നെ കൊണ്ട് മാറ്റാൻ പറ്റുമോ? കാരണം അവരുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയൊക്കെ അടിസ്ഥാനമാക്കിയായിരിക്കും. പ്രായം കൂടുന്നതിനനുസരിച്ച് ദൈർഘ്യം കൂടും. ഇപ്പോൾ ഒരു 25-30 വയസ്സൊക്കെ ഉള്ളതാണെങ്കിൽ പറയുന്ന പോലെ പഥ്യം കൂടെ പാലിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ കൃത്യനിഷ്ഠ അനുസരിച്ച് 4 മാസം കൊണ്ട് രക്ഷപ്പെട്ടു പോയ ആൾക്കാരുണ്ട് എൻ്റെ ഹിസ്റ്ററിയിൽ. ഇനി ഇത് കേട്ടപാടെ നിങ്ങൾ ചോദിക്കരുത് അവരുടെയൊക്കെ നമ്പർ തരാൻ പറഞ്ഞാൽ എൻ്റെ രോഗിയുടെ നമ്പർ തന്നിട്ടുള്ള കച്ചവടം എനിക്കില്ല. കാരണം ഇത് സെക്ഷൽ പവർ പോയത് ഉറപ്പാണ്. അവരെ കൂടെ ഞാൻ ഈ കാര്യത്തിൽ നേരാക്കി കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ നമ്പർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ കൂട്ടുകാരൻ തന്നെ ആയിരിക്കും, നിങ്ങളുടെ സഹോദരനായിരിക്കും എൻ്റെ പേഷ്യന്റ്, നിങ്ങൾ അറിയാതെ. ഞാൻ എങ്ങനെ അവരുടെ നമ്പർ നിങ്ങൾക്ക്
തരും. അതുകൊണ്ട് അത് വേണ്ട. അതല്ലാതെ നിങ്ങൾ എന്നെ വിശ്വസിക്കണമെന്ന് നിർബന്ധമില്ല. എൻ്റെ മരുന്നുകൾ ഒരു മാജിക്കൊന്നുമല്ല. ഈ ലോകത്തിലുള്ള മരുന്നുകൾ തന്നെയാണ്. അതിൻ്റെ പേര് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ആ പ്രോസസ്സിങ്ങിൻ്റെ പ്രത്യേകതയാണ് അത് മെഡിസിനായിട്ട് മാറുന്നത്. അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കായാലും ആ മരുന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ. പറ്റത്തില്ലല്ലോ, അതിന് നിൽക്കരുത്. ഞങ്ങളുടെ അടുത്ത് ആ മരുന്നുണ്ട്, വരിക, ആ രോഗം ഭേദമാക്കിക്കൊണ്ട് പോവാം. സാറേ, പ്രമേഹം ശരിക്കും എത്ര ടൈപ്പ് ഉണ്ട്? പ്രമേഹം സാധാരണഗതിയിൽ ടൈപ്പ് 1, ടൈപ്പ് 2 പറയാ. പക്ഷെ ആയുർവേദ ബേസിൽ പറയുമ്പോൾ ചില ആയുർവേദ ഡോക്ടർമാർ 22 പറയുന്നുണ്ട്. ഞാൻ 41 കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ 41 ഞങ്ങൾ പറയുന്നത് വാദം, പിത്തം, കഫം ബേസ് ചെയ്യുന്നത് ഓരോ രോഗത്തിന്റെ ബേസാ പറയുന്നത്. അതിൽ ചില ബേസിൽ വരുന്നത്, അതായത് 20ഓളം പ്രമേഹ രോഗം ആർക്കും ചികിത്സിക്കാൻ പറ്റില്ല, മരുന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. അത് ജന്മനാലെ വരുന്നതാണ്. ഇത് നിങ്ങളുടെ ടൈപ്പ് 2 ജന്മനാലെ വരുന്നതല്ല, വരുത്തി തീർക്കുന്നതാണ്. ടൈപ്പ് 1 എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ടൈപ്പ് 1 എന്ന് പറയുന്നത് ജന്മനാല വരുന്നതാണ്. അത് നമുക്ക് എൻ്റെ അടുത്ത് മരുന്നില്ല. ചികിത്സിക്കുന്നവരുണ്ടാവാം, എനിക്കറിയില്ല. എൻ്റെ അടുത്ത് ടൈപ്പ് 1 രോഗത്തിന് മരുന്നില്ല. ടൈപ്പ് 2 ആണ് ഒരു 99% അല്ലെങ്കിൽ 99.9 ടൈപ്പ് 2 ആണ്. അതിന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഏറ്റവും കൂടുതലുള്ള ടൈപ്പ് 2 ആണ്. ചിലപ്പോൾ ടൈപ്പ് 1 എന്ന് പറയുമ്പോൾ 1,00,000 ഒരു 10 പേർക്കൊക്കെ ഉണ്ടാവുള്ളൂ. 1,00,000. അത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് കണ്ടുപിടിച്ചവരുണ്ടെങ്കിൽ അവർ ചികിത്സിക്കട്ടെ, എൻ്റെ അടുത്തില്ല. ടൈപ്പ് 2 ആണെങ്കിൽ നമുക്കിത് മാറ്റിയെടുക്കാം. നമ്മൾ ഈ പറഞ്ഞത് എൻ്റെ മരുന്നുകൾ പ്രവർത്തിക്കുന്ന ടൈപ്പ് 2 പ്രമേഹമുള്ളവർക്കാണ്. സാറേ, നമ്മൾ പ്രമേഹത്തിന് എന്തൊക്കെ മരുന്നുകളാണ് കൊടുക്കുന്നത്? ഞാൻ പ്രമേഹത്തിന് മരുന്ന് കൊടുക്കുന്ന മെയിൻ ആയിട്ടുള്ളത് നോനി എക്സ്ട്രാക്ട്. ഇതാണ് നോനി എക്സ്ട്രാക്ട്. ഇത് നോനി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓടി ചെന്നിട്ട് നോനി എന്ന് കേരളത്തിൽ കാണുന്ന നോനി എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട്സ് ഉണ്ട്, അത് ഉപയോഗിക്കരുത്. ഉപയോഗിച്ച് ഡയബറ്റിക് പേഷ്യന്റിന് ഒരു ഗുണവും കിട്ടത്തില്ല. ഇത് നോനി വേറെയാണ്. ഇതിന് പ്രോസസ്സ് ചെയ്യുന്നത് കുറെ 1.5 മാസത്തോളം സമയം പിടിച്ചിട്ടാണ്. അപ്പോഴാണ് ഇത് മെഡിസിനായിട്ട് വരുന്നത്. ഇതാണ് ഒന്നാമത്തെ മെഡിസിൻ. രണ്ടാമത്, ഏത് ഡയബറ്റിക് പേഷ്യന്റിനും നമ്മൾ മരുന്നുകളൊക്കെ പലതും കഴിക്കുന്നുണ്ടല്ലോ, അതിന്റെ ടോക്സിൻ ഒക്കെ ഉണ്ടാവും, ഒത്തിരി ഉണ്ടാവും. അപ്പൊ നമുക്ക് മൂത്രം കൂടുതൽ ഒഴിപ്പിച്ച് കളയണം. മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ, അതായത് മലവും മൂത്രം കെട്ടിക്കിടന്നാൽ തന്നെ രോഗമാണ്. അപ്പം നമുക്ക് മൂത്രം ഒഴിപ്പിച്ച് കളഞ്ഞിട്ട് വേണം ടോക്സിൻ പുറത്ത് ചാടിക്കാൻ. അതിന് ഈ മക്കോട്ട ദേവ. ഇത് പിന്നീടുള്ളത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഓയിലാണ്, കരിഞ്ജീരകത്തിന്റെ ഓയിലാണ്. ഈ കരിഞ്ജീരകത്തിന്റെ ഓയിൽ നിങ്ങൾക്ക് അറിയാമോ? ഖുറാൻ വായിക്കുന്നവർക്ക് അറിയാം. കരിഞ്ജീരകം എന്ന ഖുറാനിൽ പറയുന്നത് മരണം ഒഴികെയുള്ള എല്ലാ രോഗത്തിന്റെ മരുന്നാണ്. അത് ഖുറാനിൽ പറഞ്ഞതുകൊണ്ട് ഇനി മറ്റു വിഭാഗക്കാർക്ക് കഴിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇത് ഖുറാൻ പറഞ്ഞത് എന്താണ്, ബൈബിളിലും ഗീതയിലും ഒക്കെ പറയുന്നുണ്ട് ഓരോ മരുന്നും. അതുപോലെ ഖുറാനിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞെന്ന് മാത്രം. ഇത് ഞങ്ങൾ കൊടുക്കുന്ന മരുന്നാണ്. ഇത് ഒരു കാരണവശാലും നിങ്ങൾ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കാൻ പറയില്ല. കാരണം ഇത് കരിഞ്ജീരകത്തിന്റെ ഓയിൽ മാത്രമല്ല, ഇതിനകത്ത് ചില മെഡിസിൻസ് ഉണ്ട്. അപ്പൊ ഇതുകൊണ്ട് ഞങ്ങളുടെ മെഡിസിനെ കുറിച്ച് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ളൂ. 100% നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തുള്ളൂ. അത് ഞങ്ങളുടെ ബിസിനസ് കൂട്ടാൻ വേണ്ടി പറയുന്നതല്ല. ഇതിനകത്ത് ഒരുപാട് കള്ളത്തരം കാണിക്കും. അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇത് ഇല്ല എങ്കിൽ ഞങ്ങളുടെ അടുത്ത് തന്നെ ഇല്ല, തീർന്നു പോയിട്ടുണ്ട്, ഞങ്ങൾ കഴിക്കണ്ടെന്നാ പറയാ. വരുമ്പോൾ നമുക്ക് തരാം, അത് ഇപ്പൊ കഴിക്കണ്ടെന്നാ പറയാ. നമുക്ക് പുറത്തുനിന്ന് ഇതാണ് ഉപയോഗിക്കാൻ പറ്റില്ല എന്നർത്ഥം. പറ്റില്ല. അതായത് ഡയബറ്റിക് പേഷ്യന്റിന് പറ്റില്ല. ഇതൊക്കെ കഴിച്ചാൽ ഇതൊക്കെ മരുന്നല്ലേ. ഇനി ഇതിന്റെ കൂട്ടത്തിൽ ചില ഈ കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്ത ചില ഭക്ഷണം കൂടെ കഴിക്കണം നിങ്ങൾ. അത് നിങ്ങൾ പുറത്തുനിന്ന് പൈസ കൊടുത്ത് മേടിച്ച് തന്നെ കഴിക്കണം. അത് റാഗിയാണ്. റാഗി മുളപ്പിച്ച് ഉണക്കി പൊടിച്ച റാഗി. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും കഴിച്ചോ, വയറ്റിന്റെ ഉള്ളിൽ എത്തിയാൽ മതി. അത് എല്ലാവർക്കും റാഗി കഴിക്കാൻ പറ്റില്ല. അത് തൈറോയ്ഡ് പേഷ്യന്റ് ആണ്. റാഗി 1 സ്പൂൺ വരെ ഒരു മാസത്തിൽ കഴിക്കാൻ പാടില്ല. അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. അവർക്ക് കിനോവ എന്ന് പറയുന്ന ഒരു മില്ലറ്റ് ഫുഡുണ്ട്, അത് നിങ്ങൾ കഴിക്കണം. ഇതൊക്കെ നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങി കഴിക്കേണ്ടി വരും. അതായത് അരിയും ഗോതമ്പും ഇത് തമ്മിൽ 3% വ്യത്യാസം കാർബോഹൈഡ്രേറ്റിനുള്ളൂ. കാർബോഹൈഡ്രേറ്റ് നിങ്ങൾക്ക് തൽക്കാലം ഡയബറ്റിക് പേഷ്യന്റിന് തൽക്കാലം വേണ്ട. ആവശ്യത്തിൽ കൂടുതൽ മറ്റു ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റ് വേണമല്ലോ നിലനിൽപ്പിന്, അത് വേണം. പക്ഷെ ഇത് ആവശ്യത്തിൽ കൂടുതലായി പോവുകയാണ്. അതിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റി ഇതിനെ കത്തിച്ച് കളയാൻ നിങ്ങളുടെ ഇൻസുലിൻ അവിടെ വരുന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ അത് പറ്റില്ല. അതിനുശേഷം രോഗം ഭേദമായതിനു ശേഷം നിങ്ങൾക്ക് ഇതെല്ലാം കഴിക്കാം. പക്ഷെ ആദ്യം ഞങ്ങളുടെ മരുന്ന് കഴിക്കുമ്പോൾ നിങ്ങളുടെ ഭക്ഷണം, നിങ്ങൾ ഒന്നുകിൽ തൈറോയ്ഡ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ റാഗി മുളപ്പിച്ച് ഉണക്കി പൊടിച്ച റാഗി, അതല്ലെങ്കിൽ കിനോവ, ഇതിലേതെങ്കിലും ഒരു ഫുഡ് എനിക്ക് റെക്കമെൻഡേഷൻ ഉള്ളൂ. ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല കേട്ടോ. ഫ്രൂട്ട്സ് തൽക്കാലം 2 മാസത്തേക്ക് ഒരു ഫ്രൂട്ട്സും കഴിക്കാൻ പാടില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. സാറേ, നമ്മൾ ഈ കൊടുക്കുന്ന മെഡിസിൻസ് ഗവൺമെന്റ് അംഗീകരിച്ച മരുന്നുകളാണോ? ഇതുപോലുള്ള ഒരുപാട് മരുന്നുകൾ മാർക്കറ്റിൽ നിലവിൽ അവൈലബിൾ ആണ്. അപ്പോൾ
നമ്മളെ ഈ മെഡിസിന് ഗവൺമെന്റ് അംഗീകരിച്ചതാണോ അതോ? അതെ, ഈ മരുന്ന് ആയുഷ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ എല്ലാ ക്ലിനിക്കൽ ടെസ്റ്റും റിപ്പോർട്ടും ഉള്ളതാണ്. നമുക്ക് എല്ലാം 100%. അതായത് ഒരു 2% കുറവാണെങ്കിൽ തന്നെ ആയുഷ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ലൈസൻസ് തരില്ല. 11ഓളം ലൈസൻസ് വേണം ഒരു മെഡിസിൻ പുറത്തിറക്കണമെങ്കിൽ. ഞാൻ ഈ മെഡിസിൻ പുറത്തിറക്കുന്നത് കണ്ടുപിടിച്ച പാടെ പുറത്തിറക്കിയതല്ല. 11 വർഷം 12 വർഷത്തോളം ഞാൻ എൻ്റെ പേഷ്യൻറ്റിന് ഫ്രീ ആയിട്ട് കൊടുത്ത് അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് ഈ ആയുഷ് ഡിപ്പാർട്ട്മെന്റിൽ ഇത് സബ്മിറ്റ് ചെയ്തത്. അവരുടെ ഏതൊക്കെ ടെസ്റ്റ് എന്ന് എനിക്കറിയത്തില്ല, ഒരുപാട് ടെസ്റ്റ് ചെയ്തതാണ്, അതിനൊക്കെ ഫീസും കിട്ടിയതാണ് ഞാൻ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം 100% റിപ്പോർട്ടാണിത്. ഇതെല്ലാം വന്നിട്ടുണ്ട് നമുക്ക്. മറ്റു മരുന്നുകൾക്ക് ഒന്നും എനിക്ക് ലൈസൻസ് ഇല്ല. ഞാൻ പല രോഗത്തിന് ഞങ്ങൾ പാരമ്പര്യ വൈദ്യത്തിലുള്ള ഫാമിലി മെമ്പറാണ്. അപ്പം ഞങ്ങൾ കാലിൻ്റെ നഖത്തിൻ്റെ അവിടെ ഒരു മുറിവ് പറ്റിയാൽ തന്നെ ഞങ്ങളുടെ അടുത്ത് മരുന്നുണ്ടാവും. പക്ഷെ അതിനെല്ലാം എനിക്ക് ലൈസൻസ് എടുക്കാൻ പറ്റില്ല. കാരണം ഇതിനൊക്കെ ഭയങ്കര ടെസ്റ്റ് റിപ്പോർട്ടൊക്കെ എടുക്കണമെങ്കിൽ ഭയങ്കര പണിയുണ്ട്. അത്യാവശ്യമുള്ളത് ഡയബറ്റിക്കിൻ്റെ ആണെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ മാത്രം ടെസ്റ്റ് റിപ്പോർട്ട് എടുത്തത്. നമ്മൾ നിലവിൽ കൂടുതൽ മാനുഫാക്ചർ ചെയ്യുന്നത് ഇത് തന്നെയാണ്. എന്തുകൊണ്ട് മറ്റു രോഗികൾക്കൊന്നും ഞാൻ മരുന്ന് കൊടുക്കില്ല എന്നല്ല പറയുന്നത്. എനിക്ക് ലൈസൻസ് ഉള്ള മരുന്നുകൾ, ഗവൺമെന്റ് അംഗീകരിച്ച മരുന്നുകൾ ഇതാണ്. അപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ പോരെ? ഇതിനെല്ലാം പേപ്പർ എഴുതാം, നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. ഏത് ടെസ്റ്റ് റിപ്പോർട്ടാണ് ഇനി ബാക്കിയുള്ളതെന്ന് നോക്കിക്കോ, അതെടുത്തോളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആയുഷ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അത് ആയുഷ് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, ആയുഷ് ഡിപ്പാർട്ട്മെന്റിന്റെ ലൈസൻസ് എടുക്കുന്നതിന് മുമ്പേ ഒരുപാട് കടമ്പകളുണ്ട്. അവര് പൈസ മേടിക്കുക എന്നുള്ളതല്ല അവരുടെ ഡ്യൂട്ടി. ഇത് ടെസ്റ്റ് ചെയ്യുക, ജനങ്ങൾക്ക് ഉപകാരപ്രദമാണോ ദോഷമാണോ എന്ന് കണ്ടെത്തുക. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ കുടുംബാംഗങ്ങൾക്കോ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇത് കുറിച്ച് കാണിച്ചു തരാം. എനിക്ക് രോഗമൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. കാരണം രോഗം വരുമ്പോൾ ഞാനങ്ങനെ ദൈവമൊന്നും അല്ലല്ലോ, എനിക്കും രോഗം വരുമല്ലോ. രോഗം വരുമ്പോൾ എനിക്കറിയാമല്ലോ മരുന്ന് എന്താ കഴിക്കേണ്ടത്, അത് ഞാൻ കഴിക്കും. ഞാനിപ്പോൾ ഇത് പൊട്ടിച്ച് ഏതെങ്കിലും ഒരെണ്ണത്തിൽ പൊട്ടിച്ച് കഴിച്ച് കാണിക്കണം, ഞാൻ റെഡിയാണ്. കാരണം ഇതിന് സൈഡ് എഫക്റ്റ് ഇല്ല. സൈഡ് എഫക്റ്റ് ഒരു കാര്യം നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം, എൻ്റെ കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയാത്ത ഒരു മരുന്നും ഞാൻ ഒരു പബ്ലിക്കിനും കൊടുക്കില്ല. സാർ, ഇപ്പം നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് വ്യക്തികൾ പ്രമേഹ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ അവർക്ക് ഈ മെഡിസിൻ കിട്ടാൻ, അതല്ലെങ്കിൽ സാറിന്റെ ചികിത്സ കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്താണ് ചെയ്യേണ്ടത്? ഇവിടെ മൈസൂർ വരണോ, അതല്ലെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത്? അത് മൈസൂർ വരുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഡയബറ്റിക് മാത്രമേ ഉള്ളൂ എങ്കിൽ ഒരു കാരണവശാലും നിങ്ങളൊരു അഡ്മിറ്റായിട്ട് ഇങ്ങനെ ഈ കെട്ടിടത്തിന് വാടക കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഡയബറ്റിക്കിന് കൃത്യമായുള്ള മരുന്ന് ഞാൻ തരുന്നുണ്ട് നിങ്ങൾക്ക്. അതിന് ഏറ്റവും നല്ലത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ആ മരുന്ന് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഉടനെ തുടങ്ങുന്നുണ്ട്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോക്കാൻ ആളില്ലാത്തവർക്ക് വേണ്ടിയാണ്. അല്ലാതെ വീട്ടിൽ നോക്കാൻ ആളുണ്ടെങ്കിൽ നിങ്ങൾ വരരുത് ഹോസ്പിറ്റലിലേക്ക്. അത് ഫ്രീ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ തുടങ്ങാൻ പോകുന്നത്. അത് ആർക്ക്? ഡയബറ്റിക്കിനല്ല. ഡയബറ്റിക്കാർക്ക് ഞങ്ങൾ ഫ്രീ ട്രീറ്റ്മെൻറ്റ് അല്ല കൊടുക്കുന്നത്, പൈസയ്ക്ക് തന്നെയാണ്. ഈ ഡയബറ്റിക് മൂലം കാലിന് മുറിവ് പറ്റി കാല് മുറിച്ച് മാറ്റി കളയേണ്ട ഒരു അവസ്ഥ വരുന്ന ആൾക്കാർക്ക്, അത് പണക്കാരനോ പാവപ്പെട്ടവനോ എന്നുള്ളത് അതില്ല, കൺസെപ്റ്റ് ഇല്ല ഞങ്ങൾക്ക്. അങ്ങനെയുള്ളവർക്ക് ഒരു ഹോസ്പിറ്റൽ വേണം. അതിനുവേണ്ടി ഞങ്ങൾ ചിലപ്പോൾ ഈ അടുത്ത മാസം 15 കൂടിയിട്ട് ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്യും ഇവിടെ തന്നെ. അത് നിങ്ങൾ വിളിക്കാൻ നമ്പറിൽ ഞങ്ങളുടെ വാളണ്ടിയേഴ്സ് ഉണ്ട്. എനിക്ക് സ്റ്റാഫില്ല, എനിക്ക് വാളണ്ടിയേഴ്സ് ഉണ്ട് ഒരുപാട്. എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ എൻ്റെ വാളണ്ടിയേഴ്സായിട്ട് എന്നോടൊപ്പം ഉണ്ട്. അപ്പോൾ അവരുടെ കയ്യിലാണ് ഈ നമ്പർ കിട്ടുക. നിങ്ങളെ ആ എൻക്വയറി പോകുന്ന അവരിൽ ആരെങ്കിലും ഒരാളാണ് എടുക്കുക. അവർ നിങ്ങളടുത്ത് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. അവർ ചില ടെസ്റ്റ് റിപ്പോർട്ട് തരാൻ പറഞ്ഞാൽ അത് കൊടുക്കുക. മരുന്ന് നിങ്ങളുടെ വീട്ടിൽ, അത് വറീഡാവണ്ട. പിന്നെ അവരുടെ ആ ടെസ്റ്റ് റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം അത് പെട്ടെന്ന് നിങ്ങളെ കണ്ടെത്തിയേ പറ്റുള്ളൂ എന്ന് ഞങ്ങൾക്ക് ബോധ്യം വന്നാൽ നിങ്ങളെ കണ്ടെത്താൻ ഞങ്ങൾ ശ്രമിക്കും. അതിനകത്തൊന്നും ഇപ്പോഴേ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അത് ഞങ്ങൾക്ക് തോന്നും. ആ ടെസ്റ്റ് റിപ്പോർട്ട് കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ പറയുന്ന രോഗം മാത്രമായിരിക്കില്ല. അതാണ് മെയിൻ കാര്യം. അത് അവർ പറഞ്ഞു തരും. എന്ത് ടെസ്റ്റാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്, ഏത് റിപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത്, അത് പറയുന്നത് കേൾക്കുക. ഇപ്പോൾ 1000 പേര് ഒരാഴ്ച വരുന്നവരുടെ അടുത്ത് എനിക്ക് എത്താൻ പറ്റുമോ? അപ്പോൾ എനിക്ക് എന്നോടൊപ്പം സഹകരിക്കുന്ന എൻ്റെ കുട്ടികളുണ്ട്. അവർ എൻ്റെ കുടുംബാംഗങ്ങളുണ്ട് ഈ കൂട്ടത്തിൽ. വാളണ്ടിയേഴ്സായിട്ട് എൻ്റെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെയാണ്. അവരെല്ലാവരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ റെഡിയായിട്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ കൃത്യമായ ടെസ്റ്റ് റിപ്പോർട്ടൊക്കെ കൊടുക്കുക, പറയുന്ന രീതിയിൽ പഥ്യം പാലിക്കുക. അത് രോഗം ഭേദമാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
അപ്പോൾ സാറിന്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളത് ഇവിടെ മൈസൂരിലാണ്. നിങ്ങളിപ്പോൾ ഒരു പ്രമേഹ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ മൈസൂരിൽ നേരിട്ട് വരേണ്ട ആവശ്യമില്ല. അത്രയും അത്യാവശ്യമുള്ള ഒരു സ്റ്റേജിലാണെങ്കിൽ മാത്രമേ ഇവിടെ വരേണ്ട ആവശ്യമുള്ളൂ. അല്ലാത്തവർ ഇവിടെ നേരിട്ട് വരേണ്ട ആവശ്യമില്ല. ഞാൻ ഈ കൊടുത്തിട്ടുള്ള വീഡിയോയിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇൻ കേസ് ഫോണിൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് എടുക്കുന്നില്ലെങ്കിൽ ഒരുപാട് പേര് ഒരുമിച്ച് കോൺടാക്ട് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ തിരക്കായിരിക്കാം. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിപ്ലൈ കിട്ടും. നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ പഥ്യങ്ങളാണ്, അതേപോലെ എന്ത് ടെസ്റ്റാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ വാട്സപ്പിൽ അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ഓക്കെ സാറേ, താങ്ക് യു. താങ്ക്